ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അഡീനത്തിൻ്റെ കോഡെക്സ് അഴുകിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ചെടികൾക്കൊക്കെ വെള്ളം വളരെ അത്യാവശ്യമാണ്. പക്ഷേ അമിതമായ ചെടി നശിക്കാൻ അത് തന്നെ ഒരു കാരണമാകും. ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഇഷ്ടം പോലെ വെള്ളം ചെടികൾക്ക് കിട്ടുന്ന സമയവുമാണ്. പ്രത്യേകിച്ച് അഡീനിയം ചെടികൾക്കൊക്കെ വെള്ളം അധികമായാൽ അതിൻ്റെ കോഡെക്സ് ഒക്കെ പെട്ടെന്നാണ് ചീഞ്ഞു പോകുക. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാം. മണ്ണിലെ അമിതമായ ഈർപ്പം അഡീനിയം കോഡെക്സ് ചെയ്യാൻ കാരണമാകും. ഇത് ഫംഗസ് വളർച്ചയ്ക്ക് കാരണമാകും. കോഡെക്സ് ചീംചെയൽ എങ്ങനെ ചികിത്സിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കോഡെക്സ് ചീംചെയൽ തടയാനുള്ള 6 സ്റ്റെപ്സാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഡീനിയം ചെടിക്ക് റൂട്ട് ചീയൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയണം. കോഡെക്സ് സാധാരണയിൽ കവിഞ്ഞ് വീർത്ത മാതിരി തോന്നുക, ഇലകളിലൊക്കെ മഞ്ഞ നിറം കാണപ്പെടുക, പിന്നെ ഇലകളൊക്കെ ചെറുതും സാവധാനത്തിൽ വളരുന്നതുമായി തോന്നുക, പിന്നെ ഇതിൻ്റെ കോഡെക്സിലും വേരുകളൊക്കെ ഇരുണ്ട നിറമായി മാറുന്നതും ഒരു കാരണമാണ്. പിന്നെ വേറൊരു സിംറ്റംസ് ആണ് ബ്ലസ്റ്ററിങ്, ചെടികളിൽ കുമിളകൾ മാതിരി കാണപ്പെടുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇങ്ങനെയൊക്കെ കണ്ടാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചെടി ഫുള്ള് നശിച്ചു പോകുന്നതായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെടിച്ചട്ടിയിൽ നിന്നും ചെടിയെ നമ്മൾ ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്ത് വേരുകളൊക്കെ പരിശോധിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, അഴുകിയ വേരുകളൊക്കെ നീക്കം ചെയ്യുക എന്നതാണ്. നല്ല മൂർച്ചയുള്ള കത്തിയോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് അഴുകിയ ഭാഗങ്ങളൊക്കെ മുറിച്ച് കളയണം. ഒരു വലിയ ഭാഗം അഴുകിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് നല്ല ധൈര്യത്തോട് തന്നെ മുറിച്ച് കളയണം. കാരണം കുറച്ചെങ്കിലും അവിടെ ഉണ്ടായാൽ മറുപടിയും ഫംഗസ് രോഗം വരാൻ സാധ്യതയുണ്ട്. നല്ല വെള്ള കളറായി കാണുന്നത് വരെ നമ്മൾ മുറിച്ച് കളയണം. ഫോർത്ത് സ്റ്റെപ്പ്, ഈ മുറിച്ച ഭാഗങ്ങളിലൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നല്ലോണം തളിക്കുക, റൂട്ട് നല്ല തളിക്കുക. എന്നിട്ട് അത് ഉണങ്ങാൻ അനുവദിക്കുക. പിന്നെ ഫംഗസ്, ബാക്ടീരിയ എന്നിവയുടെ വളർച്ച തടയുന്നതിന് ഏതെങ്കിലും ജൈവ കീടനാശിനി ഉപയോഗിച്ച് ചികിത്സിക്കുക. അടുത്ത സ്റ്റെപ്പ്, ട്രീറ്റ് ചെയ്തതിൻ്റെ ശേഷം വേരുകൾ ഉണങ്ങാൻ എത്ര നേരം വയ്ക്കണം എന്നതാണ്. വേരുകൾ നല്ല സ്ട്രോങ് ആകുന്നത് വരെ ഒരു പരോക്ഷമായ സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിൽ ചൂടുള്ളതും വരണ്ടതുമായ സ്ഥലത്ത് വെക്കണം. അതിനുശേഷം നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ ശുദ്ധമായ മണ്ണിൽ വീണ്ടും നടുക. പോട്ടിലാണ് നടുന്നതെങ്കിൽ പുതിയ പോട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പഴയതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് അണുവിമുക്തമാക്കണം. നനഞ്ഞ മണ്ണും നല്ല ഡ്രെയിനേജ് ദ്വാരങ്ങളുള്ള ചെടിച്ചട്ടി ഉപയോഗിച്ച് അതിൽ നടുക. പിന്നെ ഉടനെ വെള്ളം ഒഴിക്കാൻ പാടില്ല. പുതിയ ഒരു റൂട്ട് വളർച്ച കാണുന്നത് വരെ കാത്തിരിക്കുക. എന്നിട്ട് ചെടിക്ക് നേരിയ നനവ് നൽകുക. നന്നായി സ്ഥാപിതമായി എന്ന് തോന്നിയാൽ ഇടയ്ക്കിടയ്ക്ക് നനവും വളപ്രയോഗവും ആകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണേ. താങ്ക് യു.